എല്ലാവർക്കും ഫോക്കസ് മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ഫോക്കസ് മോട്ടോഴ്സിന്റെ കറന്റ് ലൊക്കേഷൻ തന്നെ ഒന്ന് പരിചയപ്പെടാം. മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മഞ്ചേരി റോട്ടിൽ നിയോ ഹോസ്പിറ്റലിലേക്ക് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നത്. അതോടൊപ്പം തന്നെ കൊല്ലത്തും നമ്മുടെ ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. കൊല്ലം പാലത്തറ ട്രാവൻകൂർ മെഡിസിറ്റിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നത്. ഇന്ന് ഫോക്കസ് മോട്ടോഴ്സിലൂടെ വാഹനം പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഷെർബിലാണ് കേട്ടോ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളെ താറാണ് കേട്ടോ. 2021 മോഡൽ വരുന്ന താറാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു ഓഫ് റോഡ് വെഹിക്കിളാണ്, ഫാമിലി വെഹിക്കിളാണ്, എല്ലാ പർപ്പസിനും പറ്റിയൊരു കിഡിലം 4x4 വെഹിക്കിളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. പിന്നെ താറിന് അറിയാലോ, ഒരുപാട് ഫാൻ ബേസ് ഒക്കെ ഉള്ള ഒരു വെഹിക്കിളാണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൽ എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് അപ്പ് ചെയ്യാം. അപ്പോൾ അതിന് തന്നെ ഇവിടെ നമുക്ക് കുറച്ച് മോഡിഫൈ ചെയ്ത് ലൈറ്റ്സും കാര്യങ്ങളും കാണാം, റൗണ്ട് റിങ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും കൊടുക്കുന്നത്. താഴെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, നല്ലൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഗ്രില്ലിന്. പ്ലസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗ്രീൻ മിലിറ്ററി കളറാണ് നമ്മൾ താറിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അറിയാലോ, ഓഫ് റോഡ് വെഹിക്കിളാണ്. നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് നല്ലൊരു അടിപൊളി ടയർ അല്ലാതെ കൊടുത്തിട്ടുണ്ടെങ്കിലേ അത്യാവശ്യം നല്ല രീതിക്ക് ടയർ വരുന്നുണ്ട്. ഒരു 80-85% മുകളിൽ ടയർ വരുന്നുണ്ട്. ക്ലാഡിങ്സും കാര്യങ്ങളും കാണാം. പിന്നെ കുറച്ച് എക്സ്ട്രാ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഷോപ്പിൽ നമ്മൾ 4x4 താറിന് കൊടുത്തിരുന്നു. അതൊക്കെ ചെയ്താണ്. താറിന്നൊരു ബാഡ്ജിങ് കാണാം. ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട്. ബാക്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ടയറും കാര്യങ്ങളും വരുന്നുണ്ട്. 80% ടയറും വരുന്നുണ്ട്. ബാക്കിൽ എന്തല്ല ഡിസ്ക് ബ്രേക്ക് അല്ല, ഡ്രം ബ്രേക്കാണ് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ എന്ത് വരുന്നുണ്ട്, നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് ഗ്ലാസ് ആണ് കൊടുത്തത്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇതിൻ്റെ ക്വാർട്ടർ സൈഡൊക്കെ നോക്കിയാലും കാണാം, എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. 4x4 ബാഡ്ജിങ് ആണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ലൈറ്റ്സ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, എല്ലാം വർക്ക് എടുത്ത ലൈറ്റ്സ് ആണ്, കണ്ടില്ലേ. ഇതിൻ്റെ ബ്രേക്ക് ലാമ്പ്, ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും, കണ്ടില്ലേ. ആ ഒരു ആനിമേഷൻ ടൈപ്പിലൂടെ നമുക്ക് ഇതിൽ പോകുന്നത്. നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാൻ, ഉണ്ടോ. ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കണ്ടില്ലേ. അതുപോലെ തന്നെ സ്പെയർ വീൽ കൊടുത്തിട്ടുണ്ട് ബാക്കിലാണ്. സ്പെയർ വീൽ നോക്കിയാൽ മനസ്സിലാവും, 100% നമുക്ക് പറയാൻ പറ്റും. നല്ല ടയറും കാര്യങ്ങളും വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ നമുക്ക് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. US ക്യാമറ യൂണിറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും, ലോക്കാണ്. അതിൻ്റെ ബൂട്ട് അറിയാലോ, ചെറിയ രീതിയിൽ ബൂട്ട് സ്പേസ് ഉള്ളു. പക്ഷേ ഉള്ളിൽ നമുക്ക് കുറച്ച് മുകളിലോട്ട് നമുക്ക് എന്തെങ്കിലും ലഗേജൊക്കെ വെക്കാം. ഇത് ഗ്ലാസ് ആണ് വരുന്നത്. ഈ ഒരു ഭാഗം ഗ്ലാസ് ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓവറായിട്ട് സ്ട്രെസ്സും പ്രഷറും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, പൊക്കാട്ടോ. അപ്പോൾ നമ്മൾ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ നമുക്ക് എന്തൊക്കെ ജസ്റ്റ് നോക്കാം. ഡോർ ഹാൻഡിലൊക്കെ സാധാ പ്ലാസ്റ്റിക് ടൈപ്പാണ് കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ കീ കണ്ടില്ലേ, അതാണ് ഇതിൻ്റെ കീ വരുന്നത്. കീലെസ് അല്ല, നമുക്ക് ജസ്റ്റ് ഇവിടെ ചാവിട്ട് തന്നെ ചെയ്യിക്കണം. അപ്പോൾ ആണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. നിങ്ങൾക്ക് കാണാം 4x4 കൺട്രോൾസ്, ലോഗൂർ ഹൈഗൂറും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. വെഹിക്കിൾ ഡീസൽ എഞ്ചിനാണ്. പിന്നെ നല്ല AC, എല്ലാം നല്ല പെർഫെക്റ്റ് കൂളിംഗ് ആണ് കൊടുക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുക്കുന്നത്. പിന്നെ ഇൻറ്റീരിയറിലൊക്കെ കാണാം, അവിടെ ഒരു റെഡ് എലമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അതൊക്കെ ഇതിന് ചെയ്താണ്. നമുക്ക് ഡ്രൈവർ സൈഡിലും വരുന്നുണ്ട്. ഭാഗത്തോട്ടൊക്കെ കണ്ടില്ലേ. ഇതാണ് സ്റ്റിയറിംഗ് വീൽ വരുന്നത്. അത്യാവശ്യം കൺട്രോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാം, മാനുവലായിക്കാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഇലക്ട്രിക്കലല്ല കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ നല്ല ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. ഒരു പക്ക ഒരു ഓഫ് റോഡ് വെഹിക്കിൾ എങ്ങനെ അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നു കേട്ടോ. ഒരു ഫാമിലി SUV ആണ്. SUV എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫാമിലി വെഹിക്കിളാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഒരു ഓഫ് റോഡിന് പറ്റിയൊരു കിഡിലം വെഹിക്കിളാണ്. സീറ്റ്സൊക്കെ നോക്കിയാൽ മനസ്സിലാവും, ഫുൾ നീറ്റ് ആൻഡ് ക്ലീനിലാണ്. ഇതിൻ്റെ റൂഫ്സൊക്കെ കണ്ടില്ലേ, ഒരു ചളികളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ്. സീറ്റ്സൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നല്ല കുഷനുള്ള അടിപൊളി സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പവർ വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ അറിയാലോ, ലോ കിലോമീറ്റർ, ഏകദേശം 74,000 കിലോമീറ്ററാണ് ഈ ഒരു വെഹിക്കിൾ ഓടിക്കുന്നത്. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, കണ്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം. എല്ലാം രണ്ട് പർപ്പസിനും പറ്റിയൊരു വെഹിക്കിളാണ്. പിന്നെ നമുക്ക് ഫോക്കസ് മോട്ടോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 വർഷത്തിന് എഞ്ചിനും ഗിയർ ബോക്സും വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ല വണ്ടിക്ക്, അതായത് 2 വർഷം വാറണ്ടിയോട് കൂടി, അതായത് എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടിയോട് കൂടിയില്ല നമ്മുടെ ഈ ഒരു താറിന്റെ പ്രൈസ് ഡീറ്റെയിൽസിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയാലോ. ഇത് 2021 മോഡൽ താറാട്ടോ. ഏകദേശം 74,000 കിലോമീറ്റർ ആണ് വെഹിക്കിൾ എന്നിരിക്കുന്നത് ആകെ റൺ ചെയ്തിട്ടുള്ളത്. നോക്കിയാൽ മനസ്സിലാവും, 74,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ എഞ്ചിനാണ് വരുന്നത്. പിന്നെ അറിയാലോ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. 4x4 വരുന്നുണ്ട്. പിന്നെ ഇത് LX 4x4 എന്ന വേരിയന്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഏകദേശം IDV വാല്യൂ 10,30,000 IDV വാല്യൂം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വെഹിക്കിളാണ്. സോ ഈ ഒരു വെഹിക്കിളിന്റെ കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളും അവൈലബിൾ ആണ്. സ്പെയർ വീൽ വരുന്നുണ്ട്, ജാക്ക് വരുന്നുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ബൂട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ചെറുതായിട്ടൊന്ന് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. മേജർ ആക്സിഡന്റ് ഒന്നും കാര്യങ്ങളൊന്നും അല്ല. കംപ്ലീറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളും അവൈലബിൾ ആണ്. നമുക്ക് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഈ ഒരു വെഹിക്കിൾ നമ്മൾ എന്താ ഡൗൺ പേയ്മെന്റ് ചോദിക്കുന്നത് 2 ലക്ഷം രൂപയാണ് ഈ ഒരു വെഹിക്കിളിന്റെ ഡൗൺ പേയ്മെന്റ് ചോദിക്കുന്നത്. ഇപ്പോൾ വെഹിക്കിളിനോട് ആസ്ക് ചെയ്യുന്ന പ്രൈസ്, നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിൽ ആസ്ക് ചെയ്യുന്ന പ്രൈസ്
15,50,000 രൂപയാണ് നമ്മളിവിടെ ആസ്കിങ് പ്രൈസ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വർക്കും കാര്യങ്ങളൊക്കെ എടുത്താണെങ്കിൽ മനസ്സിൽ ലൈറ്റ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിന് കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വെഹിക്കിളിന് ചെയ്തിട്ടുണ്ട്. ഓൾ ഓവർ സ്ക്രാച്ച്ലെസ് വെഹിക്കിളാണ് വരുന്നത്. ക്ലാഡിങ്ങിന് ചെറിയ ചെറിയ ഒരു സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വേറെ പ്രത്യേകിച്ച് ഒരു മേജർ ആക്സിഡൻറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ ഒരു വെഹിക്കിളിനില്ല. നിങ്ങൾക്ക് വെഹിക്കിൾ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. നമ്മളെ ഫോക്കസ് മോട്ടോഴ്സിൽ വെഹിക്കിൾ ഉണ്ട്, അങ്ങനെ ഒരുപാട് വെഹിക്കിൾസുകൾ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിലുള്ള കളക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഫോക്കസ് മോട്ടോഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് പേജിൽ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ എല്ലാ ലിസ്റ്റും വരുന്നുണ്ട് കേട്ടോ. focusmotors.in അടിച്ചു കഴിഞ്ഞാൽ www.focusmotors.in അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് പേജിൽ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിലുള്ള എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വെബ്സൈറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്.